നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാവിയിൽ മനുഷ്യർക്ക് വാസയോഗ്യമായി തീരാനിടയുള്ള ഗുഹ ചന്ദ്രനിൽ കണ്ടെത്തി ശാസ്ത്രജ്ഞർ. 1969-ൽ നീൽ ആംസ്ട്രോങ്ങും ബസ് ആൻഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങിയ പ്രശാന്തിയിലൂടെ കടൽ ഭാഗത്തുനിന്ന് 400 കിലോമീറ്റർ മാറിയാണിത്. ഇത്തരത്തിൽ വാസയോഗ്യമായ 100 കണക്കിന് ഗുഹകൾ ചന്ദ്രനിൽ ഉണ്ടാകുമെന്നും അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപം കൊണ്ട ഇവ ചന്ദ്രനിൽ എത്തുന്നവർക്ക് ഗവേഷണത്തിനുള്ള താവളമായി ഉപയോഗിക്കാനാകുമെന്നാണ് നേച്ചർ ആസ്ട്രോണമി ജേണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലുള്ളത്. അപ്പോളോ 11 ലാൻഡ് ചെയ്ത സ്ഥലത്തിന് സമീപമാണ് ഈ ഗുഹ ഉള്ളത്. 55 വർഷം മുമ്പ് നീൽ ആംസ്ട്രോങ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് 250 മൈൽ അകലെയാണിത്. ഗവേഷകർ നാസയുടെ ലൂണർ റെക്കഗ്നൈസേഷൻസ് ഓർബിറ്ററിന്റെ സഹായത്തോടെ റഡാർ വിശകലനം ചെയ്തു. ചന്ദ്രന്റെ കഠിനമായ ഉപരിതല പരിസ്ഥിതി പോലെയല്ല ഈ ഗുഹയിലേതെന്നാണ് കണ്ടെത്തൽ. ചന്ദ്രനിലേക്കുള്ള മനുഷ്യന്റെ ദീർഘകാല പരിവേഷണത്തിന് അനുകൂലമാണ് ഈ സ്ഥലം. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ചന്ദ്രനിലെ ഏറ്റവും വലിയ കുഴികളിൽ നിന്നാണ് ഗുഹയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. പ്രശാന്ത സമുദ്രം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ കുഴിയുള്ളത്. ലാവ ട്യൂബ് തകർന്ന ഈ പ്രദേശത്തുണ്ടായ 200-ലധികം കുഴികളിൽ ഒന്നാണിത്. 45 മീറ്റർ വീതിയും 80 മീറ്റർ വരെ നീളവുമാണ് ഈ ഗുഹയ്ക്കുള്ളത്. അതായത് 14 ടെന്നീസ് കോർട്ടുകൾക്ക് തുല്യമായ പ്രദേശം. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 150 മീറ്റർ താഴെയായാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇറ്റലിയിലെ ട്രെൻഡോ സർവകലാശാലയിലെ ലോറൻസോ ബ്രൂസോർ പറയുന്നത് ഈ ഗുഹ ശൂന്യമായ ലാവ ട്യൂബ് ആണെന്നാണ്. ചന്ദ്രനിൽ സ്ഥിരമായ ഒരു കേന്ദ്രം സ്ഥാപിക്കാൻ നാസ ലക്ഷ്യമിടുന്നുണ്ട്. ചൈനയും റഷ്യയും ചാന്ദ്ര ഗവേഷണ ഔട്ട്പോസ്റ്റുകൾ തുടങ്ങാനുള്ള താൽപര്യം ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കോസ്മിക് വികിരണങ്ങൾ ഏൽക്കാത്ത പരിസ്ഥിതിയിൽ മാത്രമേ സ്ഥിരമായ ബേസിൽ ചന്ദ്രനിൽ സ്ഥാപിക്കാൻ കഴിയൂ. ഇപ്പോൾ കണ്ടെത്തിയ ഗുഹ പോലുള്ള സ്ഥലങ്ങൾ ബഹിരാകാശ യാത്രികരെ അപകടകരമായ കോസ്മിക് കിരണങ്ങൾ, സൗരവികിരണം തുടങ്ങിയവയിൽ നിന്ന് സംരക്ഷിക്കും. അതിനാൽ അത്തരം ഗുഹകൾ സംബന്ധിച്ച് ഒരു അടിയന്തര ചാന്ദ്ര അഭയകേന്ദ്രമായി രൂപപ്പെട്ടേക്കാം. ചന്ദ്രനിൽ 100 കണക്കിന് കുഴികളും 1000 കണക്കിന് ലാവ ട്യൂബുകളും ഉണ്ടാകുമെന്നാണ് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത്. അത്തരം സ്ഥലങ്ങൾ ബഹിരാകാശ യാത്രികർക്ക് ഒരു പ്രകൃതിദത്തമായ ഒരു അഭയകേന്ദ്രമായി വർത്തിക്കും. കോസ്മിക് കിരണങ്ങളിൽ നിന്നും സൗരവികിരണങ്ങളിൽ നിന്നും മൈക്രോമാറ്റിക് സ്ട്രൈക്കുകളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നു. ഒരു തകർച്ച തടയാൻ ഗുഹാഭിത്തികൾ ബലപ്പെടുത്തേണ്ട സാധ്യതകൾ കണക്കിലെടുക്കുമ്പോൾ പോലും ആദ്യം മുതൽ ആവാസ വ്യവസ്ഥകൾ നിർമ്മിക്കുന്നത് കൂടുതൽ സമയമെടുക്കുന്നതും വെല്ലുവിളി നിറഞ്ഞതുമായിരിക്കും. ഈ ഗുഹകൾക്കുള്ളിലെ പാറകളും മറ്റു വസ്തുക്കളും യുഗങ്ങളിലെ കഠിനമായ ഉപരിതല സാഹചര്യങ്ങളിൽ മാറ്റമില്ലാതെ ചന്ദ്രൻ എങ്ങനെ പരിണമിച്ചുവെന്ന് നന്നായി മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കും. പ്രത്യേകിച്ച് അതിന്റെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. 1 ദശാബ്ദത്തിലേറെ മുമ്പാണ് ചാന്ദ്ര ഓർബിറ്റുകൾ ആദ്യമായി ചന്ദ്രനിൽ കുഴികൾ കണ്ടെത്തിയത്. ഭൂഗർഭ ഗുഹകളായ ലാവ ട്യൂബുകൾ അഗ്നിപർവ്വത പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന ഭീമാകാരമായ ഭൂഗർഭ തുരങ്കങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന സ്കൈലൈറ്റുകളാണെന്ന് കരുതപ്പെടുന്നു. അത്തരം ഗുഹകൾ ചന്ദ്രന്റെ അടിത്തറയ്ക്കോ അടിയന്തര ചാന്ദ്ര അഭയകേന്ദ്രത്തിനോ അടിസ്ഥാനമാകാം. മാരെ ട്രാൻക്വിലിറ്റി ടാറ്റിസ് കുഴിയുടെ അടിഭാഗം 10 മീറ്റർ വരെ വീതിയിൽ പാറക്കല്ലുകളാൽ ചിതറിക്കിടക്കുന്നതായി LRAയിൽ നിന്ന് എടുത്ത മുൻ ചിത്രങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ കുഴി അടച്ചതാണോ അതോ മേൽക്കൂര തകർന്ന ലാവ ട്യൂബ് പോലുള്ള ഭൂഗർഭ ഗുഹയിലേക്കുള്ള പ്രവേശന കേന്ദ്രമായി പ്രവർത്തിച്ചതാണോ എന്നതിൽ വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.